വൈറലാവേണ്ട വീഡിയോ. അല്ലേ സുജനോ എന്തോ കറിയാ വെക്കുന്നത്? നമ്മൾ മത്തിക്കറിയാണ് വയ്ക്കുന്നത്. മത്തി മുളക് ഇട്ടത് നമ്മളിപ്പോൾ മല കിട്ടിയ ഫ്രഷ് മത്തി എടുത്ത് നമ്മൾ കറി വയ്ക്കുകയാണ്. ഇടമത്തിയ ചെറിയ മതി, നല്ല ടേസ്റ്റാണ്. എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള മുപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സുജിബായി അടുത്ത എന്താണ് ഞാനിത് ആഡ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ തക്കാളി ഇട്ട് നമ്മളോട് അടച്ചു വെച്ച് വേവിക്കും. തക്കാളി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കും. എന്നിട്ട് അതൊരു വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മസാലകൾ ചേർക്കും. മുളക് പൊടി, ഒരു ഗംഭീര മല്ലിപ്പൊടി, ഒരു മുളകിട്ട ഒരു കറി പരീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അഭിപ്രായം രേഖപ്പെടുത്തണം. കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. സവാള ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞാൽ അത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. അടുത്തത് ടൊമാറ്റോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യാൻ പോകുക. ഇതാണ് ടൊമാറ്റോ പട്ടത്തിലരിഞ്ഞാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി നമ്മൾ വിനയിലും എന്തുവാ മാറി ചോദിച്ചെന്തുവാ? മീൻ കഴിക്കത്തില്ല. അപ്പൊ അത് ഈ സവാള വരട്ടി വെച്ചിട്ട് കൊടുക്കാം. ഏകദേശം സവാളയും തക്കാളിയും ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂട്ടായ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല, നമുക്ക് ചെക്ക് ഇടണം. നമുക്ക് സാധാരണ ഓക്കെ.
എത്ര പേർക്കുള്ള കറിയാണോ വെക്കുന്നത്? 40 പേർക്ക് ഉള്ള മത്തിക്കറിയാണ്. അല്ല, ഇത്രയും മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുമല്ലോ. അടുത്തതായിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണോ? രണ്ടും കൂടെ മിക്സ് ആയിട്ടോ. കൂടുതലിടാം. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറും. മസാലക്കൂട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റൗവിൻ്റെ പവർ കുറച്ച് വെച്ചല്ലേ. നേരത്തെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോളായിരുന്നു. നമുക്ക് ഇച്ചിരി വെപ്പ് കൊടുക്കും. ഇതിനകത്ത് കാലി ഇളപ്പടക്കുക, അല്ലാതെ കുറവ് കാലികൾ. ഇച്ചിരി ഫിഷ് മസാലയും ഇച്ചിരി ചിക്കൻ മസാലയും ആടി. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച പുളിവെള്ളമാണ് അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത്. എന്തോ ശരിപ്പിക്കരുത് ഗ്ലോവറന്മാരെ. ഏകദേശം ഒരു 40 പേർക്ക് വേണ്ടിയുള്ള കറിയായിരുന്നു. അത് ഷേക്കിന് മാത്രം വെച്ചു കൊടുത്ത ഏകദേശം നമ്മൾ മസാലക്കൂട്ട് പുളിവെള്ളത്തിനകത്ത് കുളിച്ച് ചേർക്കുകയാണ്. നമ്മളിപ്പോൾ മസാല ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് എല്ലാം തെളിയുന്ന നമ്മൾ അല്പം പവർ കറി പവർ കൂട്ടി വയ്ക്കണ്ടേ? പവർ കൂടെ വെറുതെ ഉള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുകയാണ്. വെള്ളം വേണം ഇനി ആഡ് ചെയ്യാം. നോക്കിയിട്ട് വെള്ളം ആടിയല്ല വെള്ളം കുറവ് കാടി പോലാവും. 11 വർഷത്തോളം ഏകദേശം ദുബായിൽ ജോലി ചെയ്ത വ്യക്തിയായ നമ്മുടെ കറി ഉണ്ടാക്കുന്ന മിസ്റ്റർ സുജി
ചില സാങ്കേതിക കാരണങ്ങളാൽ ഗൾഫിലോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത അറബി പറഞ്ഞു വിട്ട് വന്നതിൻ്റെ പേരിൽ ഇപ്പം നമ്മുടെ മകരവിളിച്ച വള്ളത്തിൽ 1-2 വർഷങ്ങൾ കൊണ്ട് കയറുകയാണ്. എന്തുകൊണ്ടാ വിജയണ്ണ എന്തുകൊണ്ടാ ഇതുപോലെ അരവച്ചു കൊടുത്ത് അറബി അടിച്ചോടിച്ച് ആ അടിയുണ്ട്. മികച്ച 2 കളിക്കാരെ ഇന്ന് പുറത്താക്കുന്നതാണ് ലാലിനെയും മണിനെ. ലാലിനൊന്നും പറയല്ലേ, വലിയ രീതിയിൽ വലയടച്ച വലിയ പൊളപ്പടയ്ക്കുന്നത്. മാറി നീരി കളിയാ അമ്മാര് ഫുഡ് ഫ്രീ ആയിട്ട് തന്നു. പ്രത്യേകിച്ച് ഇന്ന് കറി വെക്കാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ വള്ളത്തിൽ അണിയക്കാരൻ കുട്ടപ്പൻ ചേട്ടനാണ് ചേട്ടൻ വലയടച്ചോണ്ടിരിക്കുക. കറി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിനകത്തൊട്ടിടാൻ പോവുകയാണ്. വീണ്ടും ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യാണ്. മീൻ മീനാടിയ ആള് കൂടുതലുണ്ടായതിൻ്റെ പേരിൽ മത്തി ഇപ്പം അറിയപ്പെട്ട് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.